കൺഫ്യൂസിംഗ് ഫാക്ട്സ് ഉണ്ടെങ്കിലും അതിൽ കുറേ റിവിഷൻ സെക്ഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. കാരണം പഠിച്ചവർക്ക് കുറേ അധികം പ്രധാനപ്പെട്ട പോയിന്റുകൾ അവരുടെ ചെവിയിലേക്ക് തങ്ങി നിൽക്കാൻ വേണ്ടി ഒരു മാക്സിമം ഒരു റിവിഷൻ സെക്ഷനുമായിട്ടാണ് വരുന്നത്. പടയണി നടക്കുന്നു എന്ന വിവരം അറിയിക്കാൻ നടത്തുന്ന വാദ്യമേളമാണ് കാച്ചികെട്ട് അഥവാ തപ്പുമേളം എന്ന് വിളിക്കുന്നത്. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമുക്ക് കൺഫ്യൂസിംഗ് ഫാക്ട്സ് പാർട്ട് 3യിലേക്ക് കിടക്കാം. ഒരു നല്ലൊരു റിവിഷനുമായിട്ടാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. കൺഫ്യൂസിംഗ് ഫാക്ട്സ് ഉണ്ടെങ്കിലും അതിൽ കുറേ റിവിഷൻ സെക്ഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. കാരണം പഠിച്ചവർക്ക് കുറേ അധികം പ്രധാനപ്പെട്ട പോയിന്റുകൾ അവരുടെ ചെവിയിലേക്ക് തങ്ങി നിൽക്കാൻ വേണ്ടി ഒരു മാക്സിമം ഒരു റിവിഷൻ സെക്ഷനുമായിട്ടാണ് വരുന്നത്. നല്ല രീതിയിൽ പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പരീക്ഷയൊക്കെ അടുത്ത് കഴിഞ്ഞു. ഓരോ ദിവസവും നല്ല ഡെഡിക്കേഷൻ നടത്തണം. ഒരു ദിവസത്തേക്കാൾ അടുത്തത് കൂടുതലായിരിക്കണം. ഇന്ന് 100 എണ്ണം പഠിച്ചാൽ നാളെ 200 എണ്ണം പഠിക്കണം എന്ന വാശിയോടുകൂടി പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏറ്റവും കൂടുതൽ പഠിക്കണേ. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒരു സെക്ഷനായിട്ട് ഒരു ദിവസം ഇത്ര നേരം മാറ്റണം. സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി ഇത്ര നേരം മാറ്റണം. ഭരണഘടന ഇമ്പോർട്ടന്റ്, കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടന്റ്. മന്ത്ലി വെച്ച് കറണ്ട് അഫേഴ്സ് മാറ്റണം. അതിനെ ക്രോഡീകരിക്കണം. ദേശീയ ഗെയിംസ് ഉണ്ടെങ്കിൽ, ഓസ്കാർ അവാർഡ് ഉണ്ടെങ്കിൽ, ഒളിമ്പിക്സ് ഉണ്ടെങ്കിൽ, സ്പോർട്സ് പരമായിട്ടുള്ള ഏതെങ്കിലും അതൊക്കെ വേറെ എഴുതി തയ്യാറാക്കണം. സമയം എടുത്ത് ചെയ്തോ. പഠിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കറണ്ട് അഫേഴ്സ് പോയാൽ ഒരു കുഴപ്പവും വരത്തില്ല. പല തവണ റിവിഷന് കൂടെ നടത്തി കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഇത് സമയത്ത് കൊണ്ടുവന്ന് ഓരോന്ന് അതും ഇതും ഒക്കെ നോക്കുമ്പോഴാണ് ടെൻഷൻ അടിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ചെയ്യും. പിന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗങ്ങൾ കൂടുതൽ ഉറപ്പിക്കണം, പഠിച്ചു എന്ന് ഉറപ്പിക്കണം. പിന്നെ തുടക്കക്കാരോട് ബേസ് എല്ലാം തീർത്തിട്ടേ വരാം. ബേസ് എന്ന് പറഞ്ഞാൽ ബേസിക് ക്വസ്റ്റ്യൻ അല്ല. ഇപ്പം നമ്മുടെ കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ അതൊരുവിധം കവർ ചെയ്യണം. അതൊക്കെ ഒരു ബേസാണ്. കേരളത്തിലെ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രപ്രവേശനം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂര്, ചാനാർലകള ഇങ്ങനെയൊക്കെ പറയത്തില്ല, ആ ഒരു സെക്ഷൻ. അതുപോലെ കേരള ജോഗ്രഫി പറ്റുവാണെങ്കിൽ മാക്സിമം അപ്പോഴത്തേക്ക് ആ ഒരു GK ഒരു ബേസ് ഒക്കെ കിട്ടും. അതുപോലെ ഒരു ദിവസം ഒരു നവോത്ഥാന നായകരെ പഠിച്ചു വെക്കണം. ഒരു ദിവസം ഒരു നവോത്ഥാനം. എല്ലാം ഒന്നും പഠിക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി ഇങ്ങനെ പറഞ്ഞു പോകത്തില്ലേ, കുറേശ്ശെ കൊണ്ടുപോകുക. അങ്ങനെ ആ കേരളം ഒരു സൈഡിലൂടെ ഒതുക്കണം. ഭരണഘടന ഇന്നൊരു 4 പേജ് അല്ലെങ്കിൽ ഒരു 5 പേജ് പഠിച്ചു തീർക്കണം. അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഭരണഘടനാ നിർമ്മാണ സഭ പഠിക്കുന്നു, നാളെ ഞാൻ എന്ത് പഠിക്കുന്നു, ആമുഖം പഠിക്കുന്നു, പൗരത്വം പഠിക്കുന്നു, ഇങ്ങനെ ഓരോന്ന് കേട്ട് റിവിഷനും കൂടെ വരണം. അപ്പൊ ആ പോർഷൻ പതുക്കെ അങ്ങ് കംപ്ലീറ്റ് ആയി വരുന്നത് കാണാം. പക്ഷെ റിവിഷനിലാണ് ഇരിക്കുന്നത്. കയറി പോകുമ്പോഴും പഴയത് ഇന്ന ദിവസം ഒന്നുകൂടെ റിവിഷൻ, അല്ലെങ്കിൽ എല്ലാ ദിവസവും റിവിഷൻ കൊണ്ടുവന്നിട്ടേ പുതിയത് തുടങ്ങാവും. ഇന്ന് ഒരുവിധം പഠിച്ചെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് ഇരിക്കുകയാണെങ്കിൽ ആ 10 മണി തൊട്ട് 11 മണി വരെ തലേന്നത്തെ അല്ലെങ്കിൽ ഇപ്പം ഭരണഘടന എടുക്കുകയാണെങ്കിലും ഒന്ന് കണ്ണോടിച്ചിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ, എണ്ണം, അവയുടെ ഡേറ്റുകൾ, അല്ലെങ്കിൽ പൗരത്വം ഇങ്ങനെ പറയത്തില്ലേ, അപ്പൊ തനിയെ ചിന്തിച്ച് എടുക്കും. അതുപോലെ ലോകസഭ, രാജ്യസഭ, വിവരാവകാശം, മൗലികാവകാശം, മനുഷ്യാവകാശം, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് വരുമ്പോൾ തെറ്റാതെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഈ അടുത്ത കാലങ്ങളിൽ ചോദിച്ച ചോദ്യ പേപ്പറും അവയുടെ ആൻസറിന്റെ എക്സ്പ്ലനേഷൻ ഉള്ള ബുക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നത്, ഒന്ന് റിവിഷൻ നടത്തുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ചോദിക്കുന്നുള്ളൂ, ഇങ്ങനെയൊക്കെയാണ് എന്ന് തോന്നലുണ്ടാവും. ഇതെന്നും ഇരുന്നെങ്കിൽ വായിക്കും തോറും കുറെ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ടെൻഷൻ ആയിരിക്കും. മോക്ക് ടെസ്റ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് മാർക്ക് കുറവുണ്ടല്ലോ, 100ൽ 40 ഉള്ളല്ലോ, 100ൽ 30 ഉള്ളല്ലോ എന്നൊക്കെ തോന്നലുകൾ നിങ്ങൾക്ക് വരും. അത് പൊതുവെ ചിലപ്പോൾ ചില മോക്ക് ടെസ്റ്റ് ടഫ് ആയിരിക്കും, ചില മോക്ക് ടെസ്റ്റ് എളുപ്പമായിരിക്കും. അതുകൊണ്ട് മാർക്കിൽ കുറയുന്നൊന്നല്ല, ചെയ്തു നോക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പരീക്ഷ എന്നും ചെയ്യുന്നു എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായി മാറും കേട്ടോ. അല്ലാതെ അവസാനം ഒന്നും ചെയ്യാതിരുന്ന പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ ഉള്ളത് തെറ്റിക്കത്തതേ ഉള്ളൂ. അപ്പൊ അതിനേക്കായി നേരത്തെ തെറ്റിച്ച് പിന്നെ ഓരോ പരീക്ഷ വരുമ്പോൾ തെറ്റിക്കാതെ മാർക്ക് മൈനസ് കുറച്ച് കൊണ്ടുവരുമ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. കറണ്ട് അഫേഴ്സ് ശ്രദ്ധിക്കണേ. എക്കണോമിക്സ് പറ്റുന്ന മാക്സിമം ടോപ്പിക്ക് കവർ ചെയ്യാൻ ശ്രമിക്കണേ. ഓക്കെ, ഇന്ന് ഞാൻ ഈ സമയം കളയുന്നില്ല, നല്ലൊരു റിവിഷൻ സെക്ഷനുമായിട്ട് വരാൻ പോയി. മാക്സിമം ഒരു റിവിഷനാണ് പോയിന്റിനേക്കാൾ റിവിഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. വനിതാ സംവരണ ഭേദഗതിയുണ്ട്. വനിതാ സംവരണ നിയമത്തിന്റെ ഭരണഘടനാ ഭേദഗതിയുണ്ട്, ഭേദഗതി ബില്ലുമുണ്ട് അല്ലെ, ഭേദഗതി ബില്ലുമുണ്ട്. ഈ വനിതാ സംവരണ ബില്ലിന്റെ പേരെന്തായിരുന്നേ? നമ്മൾ ഇട്ടിരുന്ന പേരെന്താ? വനിതാ സംവരണ ബില്ല് അറിയപ്പെട്ടിരുന്ന പേരെന്താ? നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെ. നാരി ശക്തി വന്ദൻ അധിനിയം എന്നതായിരുന്നു വനിതാ സംവരണ ബില്ലിന്റെ ഭേദഗതി. ആരായിരുന്നു അവതരിപ്പിച്ചത് വനിതാ സംവരണ ബില്ല്? അന്നത്തെ
നിയമമന്ത്രിയായ അർജുൻ റാം മേഘവാൾ അല്ലെ, അർജുൻ റാം മേഘവാൾ ആണ് അന്നത്തെ നിയമമന്ത്രിയാണ് അവതരിപ്പിച്ചത്. എന്നാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്? അപ്പൊ വനിതാ സംവരണ ബില്ല് ആദ്യമായിട്ട് ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നത് 2023 സെപ്റ്റംബർ 19. ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് സെപ്റ്റംബർ 19. ലോകസഭ പാസ്സാക്കിയതെന്നാണ് സെപ്റ്റംബർ 20 ആണ് അല്ലെ. രാജ്യസഭ പാസ്സാക്കിയതോ സെപ്റ്റംബർ 21. പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടിയതെന്ന സെപ്റ്റംബർ 28 ആണ്. ആ 4 ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട വർഷം തെറ്റണ്ട, 2023 അല്ലെ. സെപ്റ്റംബർ 19, 20, 21, 28. 19 ലോകസഭയിൽ അവതരിപ്പിക്കുന്നു, 20 ലോകസഭ പാസ്സാക്കുന്നു, 21 രാജ്യസഭ പാസ്സാക്കുന്നു, 28 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നു. അങ്ങനെയാണ് നിയമം നിലവിൽ വരുന്നത്. എന്തായിരുന്നു വനിതാ സംവരണ ബിൽ എന്ന് പറയുന്നത്? ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും ഡൽഹി നിയമസഭയിലും വനിതകൾക്ക് എത്ര ശതമാനം സംവരണം ഏർപ്പെടുത്തി? 33% സംവരണം ഏർപ്പെടുത്തിയതാണ് വനിതാ സംവരണ ബില്ല് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എവിടെ ഇല്ലാത്ത? രാജ്യസഭയിലില്ലേ? രാജ്യസഭയിലില്ല. ലോകസഭ, സംസ്ഥാന നിയമസഭ, ഡൽഹി നിയമസഭയിൽ എന്നിവയിൽ വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയതാണ് ഏതെന്ന് പറയുന്നത് വനിതാ സംവരണ ബില്ല് അല്ലെ. ഏതായാലും അന്നത്തെ രാഷ്ട്രപതി, അന്നത്തെ അല്ല ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്ലെ. ദ്രൗപദി മുർമു ആണ് ഇതിന് അംഗീകാരം ലഭിച്ചത് അല്ലെ. ദ്രൗപദി മുർമു ഏത് ഗോത്രവിഭാഗമായിരുന്നു? ഏത് ഗോത്രവിഭാഗം? സന്താൾ ഗോത്രവിഭാഗമായിരുന്നു അല്ലെ. സന്താൾ ഗോത്രവിഭാഗമാണ് ദ്രൗപദി മുർമു. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്രവിഭാഗം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്രവിഭാഗം പണിയാർ വർഗ്ഗക്കാരാണ് അല്ലെ. പണിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഗോത്രവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ പണിയാർ വർഗ്ഗക്കാരാണ്. അതുപോലെ ഈ നീലഗിരിയിലെ ഗോത്രവർഗ്ഗക്കാരെ ചോദിച്ചിട്ടില്ലേ? നീലഗിരിയിലെ ഏതാണ്? നീലഗിരിയിലെ തോടവർഗ്ഗക്കാർ. തോടവർഗ്ഗക്കാർ എന്നറിയപ്പെടുന്നത് നീലഗിരി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന ഭാഗമല്ലേ നീലഗിരി എന്ന് വിളിക്കുന്നത്? ആണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നതാണ് നീലഗിരി. നീലഗിരി ബയോസ്ഫിയർ റിസർവ് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി വന്ന ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി 1986. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവിന്റെ പേരെന്താണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഏത് വർഷമാണ് വന്നത്? 1986. ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാ ഇന്ത്യയിലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്യാൻ ഭാരതി, ഗുജറാത്ത് കേട്ടോ. ഗുജറാത്തിലെ ഗ്യാൻ ഭാരതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് രണ്ടിന്റെയും ഭേദഗതി ബില്ലും തെറ്റരുത്. ഭേദഗതി എത്രാന്ന് ചോദിച്ചാൽ 106ഉം ഭേദഗതി ബില്ല് എത്രാന്ന് ചോദിച്ചാൽ എത്രയാണ് പറയണ്ടേ? 128ഉമാണ് വനിതാ സംവരണ ബില്ലിനെ കുറിച്ചുള്ള ഭേദഗതി എന്ന് പറയുന്നത് അല്ലെ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് വനിതാ സംവരണ ബില്ല്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് വനിതാ സംവരണ ബില്ല്. എന്നാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്? നല്ലൊരു ക്വസ്റ്റ്യൻ. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതെന്ന് അത് 2023 മെയ് മാസം 28-നാണ്. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2023 മെയ് മാസം 28. ആരാ ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദിയാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് അല്ലേ. ആരാ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി? ആരാ ശില്പി? വിമൽ ഹാസ്മുഖ് പട്ടേൽ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി ആരായിരുന്നേ? വിമൽ ഹാസ്മുഖ് പട്ടേലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി. ഈ പാർലമെന്റ് എന്ന് പറയുന്നത് 3 പേര് ചേരുന്നതല്ലേ? ആരൊക്കെ ചേരുന്നതാ പാർലമെന്റ് എന്ന് പറയുന്നത്? പാർലമെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവ ചേരുന്നതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് സംവിധാനം ഇതൊക്കെ ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് ഇതൊക്കെ ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാ? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രീതിയും ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രീതി ഏതാ? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെ. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നല്ലേ? ആണ്. റിട്ടുകൾ കടമെടുത്തതും ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് സമ്പ്രദായം ഒക്കെ കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. പാർലമെന്റ് എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. പാർലമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? പാർലമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 79 79 ഭാഗമോ? ഭാഗം 5. പാർലമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാണ്? 5. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭാഗം 2 പൗരത്വം, ഭാഗം 3 മൗലികാവകാശം, ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ, ഭാഗം 4A എന്താണ്? മൗലിക കർത്തവ്യങ്ങൾ. 4A മൗലിക കർത്തവ്യങ്ങൾ. 5 പാർലമെന്റ് എന്ന് പറയുന്നത്. 5. അപ്പം ഭാഗം 2 ഏതാണ്? പൗരത്വത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 2
എന്ന് പറയുന്നത് പൗരത്വമാണ്. പൗരത്വ വർഷം എന്ന എല്ലാം നല്ല ക്വസ്റ്റ്യനുകളാണ്. പൗരത്വ വർഷം എന്ന 1955. പൗരത്വാവകാശ വർഷം എന്നാണ് 1955. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് ഏതെന്ന് ചോദിച്ചാൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാൽ എത്ര നിങ്ങൾ പറയേണ്ടത്? ഭാഗം 5 നമ്മൾ പറയേണ്ടത്. ഓർത്തു വെച്ചിരിക്കണേ. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ പൗരത്വം ഇന്ത്യയിലെ ഏക പൗരത്വം അല്ലെ, ഇന്ത്യയിലെ ഏക പൗരത്വം അതും ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത് അല്ലെ. ഇന്ത്യയിൽ പൗരത്വം ഏത് പൗരത്വമാണ്? ഏക പൗരത്വമാണ്, അതും ബ്രിട്ടനിൽ നിന്നാണ്. മൗലികാവകാശങ്ങളോ 12 മുതൽ 35 വരെ ആർട്ടിക്കിൾ. ഭാഗം ചോദിച്ചാൽ 3 അല്ലെ. മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം എത്രയാണ്? 3 നമ്മൾ പറയേണ്ടത്. നിർദ്ദേശക തത്വങ്ങളാണ് 4. മൗലിക കർത്തവ്യങ്ങൾ 4A ആണ് അല്ലെ. 4A. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 51A ആണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് വനിതാ സംവരണ ബില്ല്. ഓക്കെ, മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി എത്രയാണ്? മൗലിക കർത്തവ്യങ്ങൾ 1976 42 ഭേദഗതി അല്ലെ. 76 42 ഭേദഗതിയാണ് മൗലിക കർത്തവ്യങ്ങൾ. ഓക്കെ, അപ്പം അത് പക്ഷെ നിലവിൽ വന്ന ഡേറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മൾ പറയേണ്ടത്? മൗലിക കർത്തവ്യങ്ങൾ നിലവിൽ വന്നത് 1977 ജനുവരി 3 തീയതിയാണ്. അപ്പൊ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 42. നമുക്കൊരു 44 ഭരണഘടനാ ഭേദഗതിയില്ലേ? എന്താ 44? സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് 44. പക്ഷെ മൗലിക കർത്തവ്യങ്ങൾ 42. അത് 76 ഇത് 78 അല്ലെ. ഇത് 76 42, മറ്റേത് 78 44. തെറ്റിപ്പോരുതേ. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റിയുടെ പേര് എന്താണെന്നറിയാമോ? കമ്മിറ്റിയുടെ പേര് സ്വരൺ സിംഗ് കമ്മിറ്റി അല്ലെ. സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കർത്തവ്യങ്ങൾ തുടക്കത്തിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? തുടക്കത്തിൽ 10 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എത്ര ഉണ്ട്? മൗലിക കർത്തവ്യങ്ങൾ 11 എണ്ണം ഉണ്ട്. ഏതാ കൂട്ടിച്ചേർത്തത്? 2002 86 ഭേദഗതി അല്ലെ. 86 ഭേദഗതി. എന്താണ് 86 ഭേദഗതി? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരുക്കേണ്ടത് ആരുടെ കടമ? രക്ഷിതാവിന്റെ കടമയാണെന്ന് പറഞ്ഞതാണ് ഈ 11 ഭേദഗതി എന്ന് പറയുന്നത്. 11ാമത്തെ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മൗലിക കർത്തവ്യങ്ങൾ എത്ര എണ്ണം ഉണ്ടേ? 11. എവിടെ നിന്നാ മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത്? റഷ്യയിൽ നിന്നും അല്ലെ. മൗലിക കർത്തവ്യങ്ങൾ റഷ്യയിൽ നിന്ന് കടമെടുത്തു. പഞ്ചവത്സര പദ്ധതികൾ റഷ്യയിൽ നിന്ന് കടമെടുത്തു. ആസൂത്രണം റഷ്യയിൽ നിന്ന് കടമെടുത്തു അല്ലെ. മൗലിക കർത്തവ്യങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, ആസൂത്രണം എന്നിവ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് മൗലിക കർത്തവ്യങ്ങൾ ന്യായവാദത്തിന് അർഹമാണോ? അല്ല. മൗലിക കർത്തവ്യങ്ങളും നിർദ്ദേശക തത്വങ്ങളൊന്നും ന്യായവാദത്തിന് അർഹമല്ല. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ആരായിരുന്നേ? ഫക്രുദ്ദീൻ അലി അഹമ്മദോ. ആ സമയത്ത് കേന്ദ്ര നിയമമന്ത്രി HR ഗോഖലെ ആയിരുന്നു. ആരായിരുന്നു? HR ഗോഖലെയാണ്. അപ്പൊ അത്രയും ഓർമ്മ വരുമല്ലോ. അപ്പൊ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റിയുടെ പേരെന്താണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. നമ്മളൊരു സപ്രൂ കമ്മിറ്റി പഠിച്ചിട്ടില്ലേ? തേജ് ബഹാദൂർ സപ്രൂ എന്ന് പറയുന്ന കമ്മിറ്റി. അതെന്താ? അത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റിയാണ്. തേജ് ബഹാദൂർ സപ്രൂ എന്ന് പറയുന്ന അത് നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? അയർലൻഡിൽ നിന്നും അല്ലെ. 36 മുതൽ 51 വരെ അല്ലെ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ്. 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങൾ. മൗലിക കർത്തവ്യങ്ങൾ ഏതാണ്? 51A അല്ലെ. മൗലിക കർത്തവ്യങ്ങൾ ഏതാണ്? 51A. അപ്പൊ 76 42 ഭേദഗതിയാണ് ഉൾപ്പെടുത്തിയത്. നിലവിൽ വന്ന ഡേറ്റ് തെറ്റരുത്. 1977 ജനുവരി 3 തീയതി. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 11. ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു? സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടമെടുത്തു. എവിടെ? വേറൊരെണ്ണം പറഞ്ഞ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടമെടുത്തത് പഞ്ചവത്സര പദ്ധതികൾ അല്ലെ. ആസൂത്രണം, വികേന്ദ്രീകൃത ആസൂത്രണം, ഇതൊക്കെ കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കേ. പടയണി കലാരൂപത്തിന്റെ ആദ്യ ദിവസത്തെ ചടങ്ങിനെ വിളിക്കുന്ന പേരെന്തെന്ന്? പടയണി കലാരൂപം അതായത് മധ്യ തിരുവിതാംകൂറിലെ ദേവീ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് പടയണി ഉള്ളത്.
പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിലാണ് പടയണി ഉള്ളത്. അപ്പൊ പടയണി പത്തനംതിട്ട ജില്ലയിൽ എവിടെയാണ്? കടമനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിൽ. അതുപോലെ ആലപ്പുഴയിൽ ഒരു പടയണി ഉണ്ടേ, നീലമ്പേരൂർ പടയണി. ആലപ്പുഴ ജില്ലയിലെ പടയണിയുടെ പേരെന്താണ്? നീലമ്പേരൂർ പടയണി. ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? ആലപ്പുഴയിലാണ് പറയേണ്ടത്. അപ്പൊ പടയണിക്ക് ഫേമസ് ആയിട്ടുള്ളത് എവിടെയാണ്? പടയണിക്ക് ഫേമസ് ആയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിലാണ്. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണെന്നറിയാമോ? പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം തപ്പാണ്. തപ്പാണ് പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. മിഴാവ് ഏതിനാണ് ഉപയോഗിക്കുന്നത്? മിഴാവ് കൂടിയാട്ടം, കൂത്ത് അല്ലെ? കൂടിയാട്ടം, കൂത്തിന് ഉപയോഗിക്കുന്നത് മിഴാവാണ്. ഇടയ്ക്ക എന്ന വാദ്യം ഉപയോഗിക്കുന്നത് ഏതിനാ? ഇടയ്ക്ക സോപാന സംഗീതത്തിനാണ് അല്ലെ? ഇടയ്ക്ക സോപാന സംഗീതത്തിനും മിഴാവ് കൂടിയാട്ടത്തിനും കൂത്തിനും, തപ്പ് ഉപയോഗിക്കുന്നത് പടയണിക്കാണ്. ഓർത്തു വെച്ചിരിക്കണേ. കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് വിളിക്കുന്നതല്ലേ അമ്മന്നൂർ മാധവ ചാക്യാർ ആണ്. കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് വിളിക്കുന്നത് ആരെയാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടത്തിലെ ഒരു പ്രധാന കൃതിയാണ് നാട്യകൽപദ്രുമം. നാട്യകൽപദ്രുമം അതെഴുതിയത് മാണി മാധവ ചാക്യാറാണ്. നാട്യകൽപദ്രുമം എഴുതിയത് ആരാണ്? മാണി മാധവ ചാക്യാറാണ് അല്ലെ? അതുപോലെ സോപാന സംഗീതത്തിന്റെ കുലപതി ആരാന്നറിയാമോ? സോപാന സംഗീതത്തിന്റെ കുലപതി അത് ഞരളത്ത് രാമപൊതുവാളാണ്. സോപാന സംഗീതത്തിന്റെ കുലപതി ആരാണ്? ഞരളത്ത് രാമപൊതുവാൾ. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാ? ഇടയ്ക്കയാണ്. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? തപ്പ്. പടയണി കലാരൂപത്തിലെ ആദ്യ ദിവസത്തെ ചടങ്ങിനെ എന്ത് വിളിക്കാം? ചൂട്ടുവയ്പ് എന്ന് വിളിക്കുന്നു. പടയണി നടക്കുന്നു എന്ന വിവരം അറിയിക്കാൻ നടത്തുന്ന വാദ്യമേളമാണ് കാച്ചികെട്ട് അഥവാ തപ്പുമേളം എന്ന് വിളിക്കുന്നത്. കാച്ചികെട്ട് അഥവാ തപ്പുമേളം എന്ന് പറയുന്നത് ഓർത്തു വെച്ചിരിക്കണേ. ഒത്തിരി കലാരൂപങ്ങളുണ്ട്. മീനാക്ഷി കല്യാണം എന്ന ഒരു ആചാരം പാലക്കാട് ജില്ലയിലുണ്ട്. കാക്കാരശ്ശി നാടകം, അതുപോലെ അത് തിരുവനന്തപുരത്ത്. കാക്കാരശ്ശി നാടകം എവിടെ അവതരിപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത്. മീനാക്ഷി കല്യാണം, പൊറാട്ട് നാടകം ഇതൊക്കെ എവിടാന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് നമ്മൾ നടക്കുന്നത്. കുതിരകളി എന്ന ആചാരം മലപ്പുറം ജില്ലയിലുണ്ട് കേട്ടോ. കുതിരകളി എന്ന ആചാരം എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ. അർജുന നൃത്തം പ്രധാനമായിട്ടും കോട്ടയം ജില്ലയിലാണ്. അർജുന നൃത്തം നടത്തുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിൽ. കുതിരകളി എവിടെയാണ്? കുതിരകളി മലപ്പുറത്താണ് അല്ലെ? മീനാക്ഷി കല്യാണവും പൊറാട്ട് നാടകവും എവിടെയാണ്? അതെവിടെയെന്ന് വെച്ചാൽ പാലക്കാടാണ് പറയേണ്ടത്. വേലകളി എന്ന ആചാരം എവിടെയാണെന്നറിയാമോ? വേലകളി ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ പ്രധാന ആചാരമാണ് വേലകളി എന്ന ആചാരം. ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കേ. UGC രൂപീകരണ കമ്മീഷൻ ഏതാണ്? UGC ഇന്ത്യയിൽ നിലവിൽ വന്ന UGC രൂപീകരിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷന്റെ പേരെന്താ? 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ പ്രകാരമാണ് UGC രൂപീകരിച്ചത്. ഓർത്തു വെച്ചിരിക്കണേ. UGC നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചാൽ 1953 ഡിസംബർ 28. UGC നിലവിൽ വന്നത് എന്നാണ്? 53 ഡിസംബർ 28. UGCക്ക് നിയമ പ്രാബല്യം ലഭിച്ചത് 1956 അപ്പൊ എന്നാണ് UGC നിലവിൽ വന്നത്? 53 ഡിസംബർ 28. UGCക്ക് നിയമ പ്രാബല്യം ലഭിച്ചതെന്നാണ്? 1956 UGCക്ക് നിയമ പ്രാബല്യം ലഭിച്ചത്. UGC ഉദ്ഘാടനം ചെയ്തത് ആരാന്നറിയാമോ? UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ മൗലാന അബുൽ കലാം ആസാദ്? അന്ന് UGC ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദ് ആണ്. ഓർത്തു വെച്ചിരിക്കണേ. UGCയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ചെയർമാൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ശാന്തി സ്വരൂപ് ഭട്നഗർ കേട്ടോ. ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ് UGCയുടെ ആദ്യത്തെ ചെയർമാൻ. ആരാ ഉദ്ഘാടനം ചെയ്തത്? ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ ഇന്ത്യയിലെ വിദ്യാഭ്യാസ ദിനമായിട്ട് പറയുന്നത്? എന്നാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ ദിനം? നവംബർ 11 അല്ലെ? ഇന്ത്യയിൽ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11 മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരറിയാമോ നിങ്ങൾക്ക്? മൗലാന അബുൽ കലാം ആസാദിന്റെ ആത്മകഥയുടെ പേര് ഇന്ത്യ വിൻസ് ഫ്രീഡം.
ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നതാണ് മൗലാന അബുൽ കലാം ആസാദിന്റെ ആത്മകഥ. അദ്ദേഹത്തിന്റെ പത്രങ്ങളാണ് അൽ ഹിലാൽ, അൽ ബലാക്ക്. അൽ ഹിലാൽ, അൽ ബലാക്ക് എന്നീ പത്രങ്ങളാരുടെയാണ്? മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രങ്ങളാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേര് അറിയാമോ? സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേര് ഇന്ത്യൻ സ്ട്രഗിൾ. ഇന്ത്യൻ സ്ട്രഗിൾ എന്നതാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേര്. ഇന്ത്യൻ പിൽഗ്രിം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അപൂർണ ആത്മകഥ കൂടിയുണ്ട് കേട്ടോ, ഇന്ത്യൻ പിൽഗ്രിം. അപ്പം ഇന്ത്യൻ സ്ട്രഗിൾ, ഇന്ത്യൻ സമരമാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേര്. സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയല്ലേ ഫോർവേഡ് ബ്ലോക്ക്? പഠിച്ചിട്ടുണ്ടല്ലേ? ഫോർവേഡ് ബ്ലോക്ക് 1939 രൂപീകരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ അത് ചോദിക്കാം. അപ്പൊ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഏത് വർഷമാണ് ഫോർവേഡ് ബ്ലോക്ക് വന്നത്? 1939 ഫോർവേഡ് ബ്ലോക്ക് വന്നത്. ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ INA യിൽ ചേർന്ന 2 മലയാളികളുടെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. INA ഉണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ ആർമി, അതിൽ ചേർന്ന 2 മലയാളികൾ, ഒന്ന് ക്യാപ്റ്റൻ ലക്ഷ്മിയും 2 വക്കം അബ്ദുൾ ഖാദറുമാണ്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ INA യിൽ ചേർന്ന 2 മലയാളികൾ ആരൊക്കെയാണ്? ഒന്ന് ക്യാപ്റ്റൻ ലക്ഷ്മിയും, രണ്ടാമത്തത് ആരാണ്? വക്കം അബ്ദുൾ ഖാദറും. കിട്ടുമല്ലോ, അതും പരീക്ഷയ്ക്ക് ചോദിക്കും. ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അവരുടെ വനിതാ വിഭാഗത്തിന്റെ ജേതാവ്. ഝാൻസി റാണി റെജിമെന്റ് എന്നല്ലേ വിളിക്കുന്നത്? INA യുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ഏതാണ്? ഝാൻസി റാണി റെജിമെന്റ് എന്ന് വിളിക്കുന്നത്. അതിന്റെ വനിതാ വിഭാഗം നേതാവ് ആരായിരുന്നടെ? ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മി മൊത്ത പേര് അറിയാമോ? ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ലക്ഷ്മി സെഹ്ഗാൾ എന്നതാണ് മൊത്ത പേര്. ഓർമ്മയുണ്ടോ ഇദ്ദേഹത്തിന്? ഇവരെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ച വ്യക്തി ഇവരായിരുന്നു കേട്ടോ. APJ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതാരായിരുന്നടെ? ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു അല്ലേ? ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് APJ അബ്ദുൽ കലാം? ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് APJ അബ്ദുൽ കലാം? 11ാമത്തെ പ്രസിഡന്റ് ആണ് അല്ലേ? 11ാമത്തെ പ്രസിഡന്റ്. എവിടുത്തുകാരനാണ് APJ അബ്ദുൽ കലാം? തമിഴ്നാട് രാമേശ്വരൻകാരൻ അല്ലേ? തമിഴ്നാട് രാമേശ്വരൻകാരനാണ് APJ അബ്ദുൽ കലാം എന്ന് വിളിക്കുന്നത്. MS സ്വാമിനാഥനും തമിഴ്നാടുകാരനല്ലേ? എവിടാണ്? തമിഴ്നാട് കുംഭകോണംകാരൻ അല്ലേ? MS സ്വാമിനാഥൻ തമിഴ്നാട് കുംഭകോണമാണ്. തമിഴ്നാട് രാമേശ്വരൻകാരനാണ് APJ അബ്ദുൽ കലാം എന്ന് വിളിക്കുന്നത്. APJ അബ്ദുൽ കലാമിന്റെ ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ 10ാമത്തെ പ്രസിഡന്റ് KR നാരായണൻ. മലയാളിയായ KR നാരായണനാണ് ഇന്ത്യയുടെ 10ാമത്തെ പ്രസിഡന്റ്. കോട്ടയം ജില്ലയിലെ ഉഴവൂരാണ് ജനിച്ചത് അല്ലെ? കോട്ടയം ജില്ലയിലെ ഉഴവൂരാണ് ജനിച്ചത്. രാജ്യസഭയുടെ ചെയർമാനാകുന്ന ഏക മലയാളി ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നതും ആരെയാ? നമ്മുടെ KR നാരായണൻ. കാരണം വൈസ് പ്രസിഡന്റുമാരാണല്ലോ രാജ്യസഭയുടെ ചെയർമാൻ ആകേണ്ടത്. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആകേണ്ടത് വൈസ് പ്രസിഡന്റ്. അപ്പം വൈസ് പ്രസിഡന്റ് ആയിരുന്നത്, പ്രസിഡന്റ് ആവുകയൊക്കെ ചെയ്തത് KR നാരായണനാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം രാജ്യസഭയുടെ ചെയർമാനായ ഏക മലയാളി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെഴുതും? KR നാരായണൻ. ഇവിടുത്തുകാരനാണ്, കോട്ടയം ജില്ലയിലെ ഉഴവൂരുകാരനാണ് KR നാരായണൻ. നമുക്ക് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ പ്രശസ്തനായ ഒരു വ്യക്തിയുണ്ട്. ആരാന്നറിയാമോ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഏക മലയാളി. ആരാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഏക മലയാളി? KG ബാലകൃഷ്ണൻ അല്ലെ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഏക മലയാളി ആരെന്ന് ചോദിച്ചാൽ KG ബാലകൃഷ്ണനാണ്. അത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പില. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകുന്ന ഏക മലയാളി ആരെന്ന് ചോദിച്ചാലും KG ബാലകൃഷ്ണൻ. അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ഏക മലയാളി, മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകുന്ന ഏക മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? KG ബാലകൃഷ്ണനാണ് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് വന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നതെന്ന 1993 ഒക്ടോബർ 12. തെറ്റിപ്പോരുത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് വന്നത് 1993 ഒക്ടോബർ 12. ആരാ ആദ്യത്തെ ചെയർമാൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര അല്ലെ? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ആദ്യ ചെയർമാൻ. രണ്ടാമത്തെ ചെയർമാൻ വെങ്കിട ചെല്ലയ്യ. രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? വെങ്കിട ചെല്ലയ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത ഇപ്പൊ തിരുത്തിയായിരുന്നല്ലോ. എന്തായിരുന്നു യോഗ്യത? ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ എന്തായാൽ മതി? ജഡ്ജി ആയാൽ മതി കേട്ടോ. നേരത്തെ ചീഫ് ജസ്റ്റിസ് തന്നെ ആവണമെന്നുണ്ടായിരുന്നു. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി. കിട്ടുമല്ലോ, അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ആദ്യത്തെ ചെയർമാൻ ആരാടെ? മനുഷ്യാവകാശ കമ്മീഷന്റെ രംഗനാഥ മിശ്ര. രണ്ടാമത്തെ ആരാ? വെങ്കിട ചെല്ലയ്യ. ഒരേ ഒരു മലയാളി ആരാ? KG ബാലകൃഷ്ണൻ. ഇപ്പൊ ആരാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ? രാമസുബ്രഹ്മണ്യം അല്ലെ? രാമസുബ്രഹ്മണ്യം. നമുക്ക് തിരിച്ചു വരാം. അപ്പൊ UGC രൂപീകരണ കമ്മീഷൻ ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ. സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ ഏത് എന്നൊക്കെ ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് ഏതാണ്? രാധാകൃഷ്ണൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ
വിദ്യാഭ്യാസ കമ്മീഷനാണ്. 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ കമ്മീഷൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ. UGC എന്നാ വന്നത്? 53. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കിയാണ് പറയേണ്ടത്. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതൽ വയനാടിനും റിസർവ് വനങ്ങൾ കൂടുതൽ പത്തനംതിട്ട ജില്ലയ്ക്കുമാണ് പറയേണ്ടത്. അപ്പം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ എവിടെ? വയനാടാണ് പറയേണ്ടത്. വയനാടാണ്. വനം കുറവ് ഏത് ജില്ലയ്ക്കാണ്? കേരളത്തിൽ വനം ഏറ്റവും കുറവ് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെയാണ്? മധ്യപ്രദേശ്. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ എവിടെ? മിസോറാം. വനം ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ എവിടെയാണ്? മിസോറാമാണ്. വനം കുറവ് എവിടെ? ശതമാനാടിസ്ഥാനത്തിൽ കുറവും അല്ലാതെയും വനം കുറവ് ഹരിയാനയ്ക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ശതമാനാടിസ്ഥാനത്തിൽ വനമുള്ളത് എവിടെയാണ്? ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതൽ മിസോറാമിൽ. വനം ഏറ്റവും കുറവ് എവിടെയാണ്? ഹരിയാനയ്ക്കാണ്. വനം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് വെച്ചിട്ടുണ്ട്. പഠിച്ചു വെച്ചിരിക്കണം. മധ്യപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വനമാണ് ചമ്പൽക്കാടുകൾ. മറന്നു പോരുത് കേട്ടോ. ചമ്പൽക്കാടുകൾ എവിടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടാണ്? മധ്യപ്രദേശിലാണ്. ചമ്പൽക്കാടുകൾ എവിടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലാണ് നമ്മൾ പറയേണ്ടത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് കേട്ടോ. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലാണ്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് അറിയാമോ? പട്ടികജാതിക്കാർ ഉത്തർപ്രദേശിലാണ് കേട്ടോ. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശ് എന്ന് കേട്ടോ ഒത്തിരി പറയാം. ഏതൊക്കെയാ? ജനസംഖ്യ കൂടുതൽ, ലോകസഭാ മണ്ഡലങ്ങൾ കൂടുതൽ, രാജ്യസഭാ മണ്ഡലങ്ങൾ കൂടുതൽ, സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങൾ കൂടുതൽ, ഗോതമ്പ് കൂടുതൽ, പഞ്ചസാര കൂടുതൽ, കരിമ്പ് കൂടുതൽ, അല്ലേ? അപ്പൊ ജനസംഖ്യ, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ, പട്ടികജാതിക്കാർ, ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഗോതമ്പ് ഉത്തർപ്രദേശിലാണ്. കരിമ്പ് ഉത്തർപ്രദേശിലാണ്. പഞ്ചസാര ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഓർത്ത് വെച്ചിരിക്കണേ. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ്. ഏതായിരുന്നു? ലക്നൗ ആണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള ജില്ല ഏതാണ്? വയനാടാണ് പറയേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 46ാമത്തെ ചോദ്യം. 1922 ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കാണുമ്പോൾ ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? ടാഗോർ ആണ്, ഗാന്ധിജി അല്ല. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ ആദ്യം കണ്ടപ്പോൾ കൂടെ CF ആൻഡ്രൂസ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. ദീനബന്ധു എന്ന അപരനാമമുണ്ട് CF ആൻഡ്രൂസിന്. അപ്പൊ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കാണുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നത്? CF ആൻഡ്രൂസ്. 1925 ഗാന്ധിജി കേരളത്തിൽ 2ാമത് സന്ദർശിച്ചപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. അപ്പം കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ C രാജഗോപാലാചാരി ആയിരുന്നത്. ആരായിരുന്നു? C രാജഗോപാലാചാരി. അപ്പം രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ആരായിരുന്നു? CF ആൻഡ്രൂസ് ആണ് ടാഗോറിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടപ്പോൾ ആരായിരുന്നു? C രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ എത്രാമത്തെ വരവിലാണ് കാണുന്നത്? 2ാമത്തെ വരവിൽ. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് എന്നാ? 1920 അവസാനമായിട്ട് കേരളത്തിൽ വന്ന എന്ന ഒരു തീർത്ഥാടനം എന്ന പേരിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് വന്നത് 37. അപ്പം ഗാന്ധിജി ആദ്യമായിട്ട് വന്നത് 20-ലും അവസാനം വന്നത് 37. 37 അയ്യങ്കാളിയെ കാണുന്നത് കേട്ടോ. അത് ചിലപ്പോൾ ചോദിക്കാം. ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് 25 ഗാന്ധിജി. അയ്യങ്കാളിയെ കണ്ടത് ഏത് വർഷമാണ്? 37 അയ്യങ്കാളിയെ കണ്ടത്. ഓർത്തു വെച്ചിരിക്കണേ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറഞ്ഞേ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ആദ്യ കൃതിയുടെ പേര് പഠിച്ചു വെക്കണേ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയുടെ പേരെന്താണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. പിന്നെ ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, ജാതിമീമാംസ കേട്ടോ. അപ്പം ദൈവദശകം, ദർശനമാല, ആത്മോപദേശ ശതകം കേട്ടോ, ജാതിമീമാംസ. ജാതിമീമാംസ എന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്ത വരിയില്ലേ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം. ആ വരി ഈ കൃതിയിലെ ജാതിമീമാംസ എന്ന് പറയുന്നതാണ് കേട്ടോ. അതുപോലെ ഈ ആത്മോപദേശ ശതകത്തിലെ വരി ചോദിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു വരിയില്ലേ, അവനവൻ ആത്മസുഖത്തിനായി. അത് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ
ശതകത്തിലെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയുടെ പേരെന്തായിരുന്നേ? ആദ്യത്തെ കൃതിയുടെ പേര് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗാന്ധിജിയുടെ ആദ്യ കൃതിയുടെ പേരെന്താണ്? ഗാന്ധിജിയുടെ ആദ്യ കൃതി ഹിന്ദു സ്വരാജ്. 1909 പ്രസിദ്ധീകരിച്ച ഹിന്ദു സ്വരാജ് ആണ് ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി എന്ന് വയ്ക്കുന്നത്. സി രാജഗോപാലാചാരി എവിടെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? സി രാജഗോപാലാചാരി തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് കൊണ്ട് വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്നത് ആര്? അല്ലെ, വേദാരണ്യം ഗാന്ധി എന്ന് വിളിച്ചത് സി രാജഗോപാലാചാരി അല്ലേ? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാര്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ. ഭാരതരത്നം ആദ്യമായിട്ട് കൈകൊണ്ട് വാങ്ങിയതാര്? അല്ലെ, 1954 ഭാരതരത്നം കൊടുക്കുന്നത് 3 പേർക്കാ. ഏറ്റവും മുതിർന്ന വ്യക്തിക്ക് ആദ്യം കൈകൊണ്ട് കൊടുക്കുന്നത് സി രാജഗോപാലാചാരി. അപ്പം ഭാരതരത്നം ആദ്യമായിട്ട് വാങ്ങുന്നതും സി രാജഗോപാലാചാരിയാണ്. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, സ്വതന്ത്ര ഇന്ത്യയിലെയും ബ്രിട്ടീഷ് ഇന്ത്യയിലെയും ആദ്യത്തെ ഒരേ ഒരു ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരെന്നൊക്കെ ചോദിച്ചാൽ ആരാ? സി രാജഗോപാലാചാരി. നമുക്കൊരു പി രാജഗോപാലാചാരി ഇല്ലേ? പി രാജഗോപാലാചാരി അതാരാ? നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ ദിവാനാര് എന്ന് ചോദിച്ചിട്ടില്ലേ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് പി രാജഗോപാലാചാര്യ. 1910 സെപ്റ്റംബർ 26 നാടുകടത്തുന്നത് മദ്രാസിലേക്ക്, അല്ലെ, മദ്രാസിലെ തിരുനെൽവേലിക്ക് അടുത്തുള്ള അരുവായ്മൊഴി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹത്തെ നാടുകടത്തുന്നത്. ആരെയാ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുന്നത്. ഏത് ദിവാനാ നാടുകടത്തുന്നത്? പി രാജഗോപാലാചാര്യ, അതായത് ശ്രീമൂലം തിരുനാളിന്റെ ദിവാനായിരുന്നു. ഓക്കെ, സെറ്റാണല്ലോ. അപ്പൊ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് 22-ലും ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് 25-ലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഗഗൻയാൻ പദ്ധതി ഉണ്ട്, അല്ലെ, നമ്മുടെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആദ്യം ഒരു മലയാളി ശാസ്ത്രജ്ഞയായിരുന്നു, വി ആർ ലളിതാംബികയാണ്. ഇതിന്റെ പ്രോജക്ട് ഡയറക്ടറും ആദ്യത്തത് ഒരു മലയാളിയായിരുന്നു, ആർ ഹട്ടനായിരുന്നു. ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടായി നിയമിക്കപ്പെട്ടത് ഒരു മലയാളിയാണ്, പണ്ടത്തെ നേവി ഓഫീസറായിരുന്ന നമ്മുടെ അഭിലാഷ് ടോമി, പായ്ക്കപ്പലിലൊക്കെ സഞ്ചരിച്ച അഭിലാഷ് ടോമി, അല്ലെ. അപ്പം ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബിക. ആർ ഹട്ടനാണ് പ്രോജക്ട് ഡയറക്ടർ, മുൻ സാങ്കേതിക ഉപദേഷ്ടാവ് അഭിലാഷ് ടോമിയായിരുന്നു. അടുത്ത ഓക്കെ. മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്നറിയപ്പെടുന്ന കൃതിയാണ് വ്യവഹാരമാല. കേട്ടോ, മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? വ്യവഹാരമാല. മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് ഇത് എഴുതുന്നത്. മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എഴുതിയത്. ആരായിരുന്നേ? മഴമംഗലം നാരായണൻ നമ്പൂതിരി. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നത് ആരെയെന്ന് ചോദിച്ചിട്ടില്ലേ? ആരെ? മോഹിനിയാട്ടത്തിന്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മയുടെ. കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിന്റെ മാതാവ്. മോഹിനിയാട്ടത്തെ പുനരുദ്ധീകരിച്ച തിരുവിതാംകൂർ രാജാവല്ലേ സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ കാലത്താണ് മോഹിനിയാട്ടത്തെ പുനരുദ്ധീകരിച്ചത്. പിന്നെ കേരള കലാമണ്ഡലം വന്നപ്പം അതും വീണ്ടും ഉയർന്നു വന്നു. കേരള കലാമണ്ഡലത്തില് മോഹിനിയാട്ടത്തിന് പ്രാധാന്യം നൽകി, അല്ലേ. എന്നാൽ കേരള കലാമണ്ഡലം നിലവിൽ വന്ന വർഷം 1930-ലാണ്. ആരൊക്കെ ചേർന്ന കേരള കലാമണ്ഡലം രൂപീകരിച്ചത്? വള്ളത്തോളും മുകുന്ദരാജയും ചേർന്ന് 1930-ലാണ് കേരള കലാമണ്ഡലം രൂപീകരിച്ചത്, അല്ലെ. ഏത് നദിയുടെ തീരത്ത്? ഭാരതപ്പുഴയുടെ തീരത്ത്, തൃശ്ശൂര് ചെറുതുരുത്തി നഗർ. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാ? വ്യവഹാരമാല. ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം അഭിനയ ദർപ്പണം എന്ന് പറയുന്നതാണ്. അഭിനയ ദർപ്പണം, അല്ലെ. തമിഴ്നാട്ടിന്റെ ഔദ്യോഗിക നൃത്തമല്ലേ ഇവിടെ ഭരതനാട്യം. ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്തവും ഭരതനാട്യമല്ലേ? ആണ്. ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്തം, തമിഴ്നാട്ടിന്റെ ഔദ്യോഗിക നൃത്തം എന്നൊക്കെ പറയുന്നത് ഭരതനാട്യം. കുച്ചിപ്പുടി എവിടുത്തെ നൃത്തമാണ്? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ, അല്ലെ. ആന്ധ്രാപ്രദേശിലെ, അല്ലെ. കർണാടകയിൽ ഏതാണ്? കർണാടകയിലെ യക്ഷഗാനം. യക്ഷഗാനം എവിടെയെന്ന് ചോദിച്ചാൽ കർണാടക. കുച്ചിപ്പുടി എവിടെയെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്. ഭരതനാട്യം എവിടെയെന്ന് ചോദിച്ചാൽ തമിഴ്നാട്, അല്ലെ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് തമാശ എന്ന നൃത്തം എവിടാന്ന് ചോദിച്ചിട്ടില്ലേ? തമാശ എന്ന നൃത്തരൂപം മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലാണ്. ഗർഭ എന്ന നൃത്തരൂപം എവിടാന്നറിയാമോ? ഗർഭ, ഗ വെച്ച് പഠിച്ചാൽ മതി, അല്ലെ. ഗർഭ ഗുജറാത്തിലാണ്. ഗർഭ എന്ന നൃത്തരൂപം എവിടാണ്? ഗുജറാത്തിലാണ്. ബംഗ്ര എന്ന നൃത്തം എവിടാന്നറിയാമോ? ബംഗ്ര, അത് നമ്മുടെ പഞ്ചാബിലാണ്. നൃത്തങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്ന നൃത്തം ബംഗ്രയാണ്, കേട്ടോ. നൃത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന നൃത്തം ഏതാണ്? ബംഗ്ര നൃത്തം. അപ്പൊ ഗർഭ എവിടെയാണ്? ഗർഭ ഗുജറാത്തിലാണ്. ബംഗ്ര എവിടെയാണ്? പഞ്ചാബിലാണ്. തമാശ എവിടെയായിരുന്നു? അത് മഹാരാഷ്ട്രയിലാണ് തമാശ. അതുപോലെ ബിഹു
എന്ന ഒരു ആഘോഷം കേട്ടിട്ടുണ്ടോ? ബിഹു, അനഗിയ നട്, സാത്രിയ, ഇതൊക്കെ ആസാമിലെ നൃത്തരൂപങ്ങളാണ്. ബിഹു, അനഗിയ നട്, സാത്രിയ, ഇതൊക്കെ എവിടെയാണ്? ആസാമിലെ നൃത്തരൂപങ്ങളാണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ നമുക്ക് നൃത്തങ്ങളിൽ ചലിക്കുന്ന കാവ്യവും ചലിക്കുന്ന ശില്പവും ഉണ്ട്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഭരതനാട്യമാണ്. ചലിക്കുന്ന കാവ്യം ഏതാണ്? ഭരതനാട്യം. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തം ഒഡീസിയാണ്. ചലിക്കുന്ന ശില്പം ഏതാ? ഒഡീസി. അപ്പൊ ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭരതനാട്യം. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ഒഡീസിയാണ്. ഓക്കെ. ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്തം ഏതാ? ഭരതനാട്യം. ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? അഭിനയ ദർപ്പണം. സെറ്റാണല്ലോ അല്ലേ? അടുത്ത 49 നോക്കാം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4 മടങ്ങാകുന്നു. വെരി വെരി ഇമ്പോർട്ടന്റ് ചോദ്യം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാവൂടെ? 4 മടങ്ങാവും. ഇനി ഓക്കെ, രണ്ട് വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലവും 4 മടങ്ങാവും. പിണ്ഡം ഇരട്ടിയാക്കിയാലും ദൂരം പകുതിയാക്കിയാലും 4 മടങ്ങാവും. അടുത്ത ഒരെണ്ണം കൂടെ നോക്കേ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം എത്രയാവുമെന്ന്. അപ്പൊ രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ പിണ്ഡം കണ്ടോ, ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയാക്കിയാൽ അത് 2 മടങ്ങാവും. അപ്പൊ പിണ്ഡം ഇരട്ടിയായാൽ ആകർഷണ ബലം 4 മടങ്ങാവും. ഈ വരി ശ്രദ്ധിച്ചോണം. പക്ഷെ ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയാക്കിയാൽ അത് എത്ര ആയിരിക്കും? 2 മടങ്ങാവും. ഇത് പോയിന്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4 മടങ്ങാകുന്നു. പിണ്ഡം ഇരട്ടിയായാൽ 4 മടങ്ങാവുന്നു. ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയാക്കിയാൽ അത് 2 മടങ്ങാവുന്നു ആകർഷണ ബലം. ഇനി പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് വിളിക്കുന്നത്. അകത്തോട്ട് കുഴിഞ്ഞത് കോൺകേവ്. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നള്ളി നിൽക്കുന്നത് കോൺവെക്സ് ദർപ്പണങ്ങളാണ്. ഏതായിരുന്നാണ്? കോൺവെക്സ് ദർപ്പണങ്ങളാണ്. പ്രതിപതന തലം അകത്തോട്ട് കുഴിയുന്നത് കോൺകേവും പുറത്തോട്ട് ഉന്തി നള്ളി നിൽക്കുന്നത് ഏതാണ്? കോൺവെക്സ് ദർപ്പണങ്ങളാണ്. അതൊരു കൺഫ്യൂഷൻ മാർക്സ് ആയിട്ട് പഠിച്ചു വെക്കാം. അടുത്ത നോക്കെ, ടൂത്ത് പേസ്റ്റിൽ നിറച്ച ട്യൂബിൽ ഏത് ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും ട്യൂബിൽ നിന്നും പേസ്റ്റ് പുറത്തു വരുന്നു അല്ലെ. ഇത് ഏത് തത്വമാണ്? പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാസ്കൽ നിയമം ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വം, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഇതിന്റെയൊക്കെ പ്രവർത്തന തത്വം, ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വം, ഇതിന്റെയൊക്കെ പ്രവർത്തന തത്വം പാസ്കൽ നിയമം നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ടൂത്ത് പേസ്റ്റിൽ നിറഞ്ഞ ട്യൂബ് ഏത് ഭാഗത്തും ബലം പ്രയോഗിച്ചാലും ട്യൂബിൽ നിന്നും പേസ്റ്റ് പുറത്തു വരുന്ന തത്വം പാസ്കൽ നിയമം. അതുപോലെ പാസ്കൽ നിയമം വേറെണ്ണം കണ്ടോ? വലിയ ഷോപ്പിംഗ് മാളുകളിലും ഇതര സംസ്ഥാനങ്ങളിലും വാഹനങ്ങൾ പല നിലകളിലായി പാർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതും പാസ്കൽ നിയമത്തിന്റെയാണ് കേട്ടോ. പാസ്കൽ നിയമമാണ്. അത് നല്ലൊരു പോയിന്റ് ആണ്. ഓക്കെ. അടുത്തത് വൃക്കയിലെ കല്ല് എന്ന് വിളിക്കുന്നത് കാൽസ്യം ഓക്സലേറ്റ് അല്ലേ? നമുക്ക് മൂത്രത്തിൽ വേദന എന്നൊക്കെ പറയത്തില്ലേ? റീനൽ കോളിക്ക്. ആ വേദനയുടെ പേര് അങ്ങനെയല്ലേ? റീനൽ കോളിക്ക്. അപ്പൊ വൃക്കയിലെ കല്ല് എന്ന് പറയുന്നത് എന്റെ ശാസ്ത്രീയ നാമം എന്താണ്? കാൽസ്യം ഓക്സലേറ്റ്. പ്രധാനമായിട്ടും വൃക്കാരോഗങ്ങൾക്ക് കാരണം കാഡ്മിയമാണ് അല്ലെ. വൃക്കാരോഗങ്ങൾക്ക് കാരണം ഏതാണ്? കാഡ്മിയമാണ് പ്രധാനമായിട്ടും ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാവുന്ന അവസ്ഥ ഏതാണ്? യുറീമിയ അല്ലെ. രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാവുന്ന അവസ്ഥ ഏതാണ്? യുറീമിയ. വൃക്കകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? വൃക്കകളെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി അല്ലെ. നെഫ്രോളജി. ഹൃദയത്തെ കുറിച്ചുള്ള പഠനമോ? കാർഡിയോളജി. വൃക്കയാകുമ്പോ നെഫ്രോളജി, ഹൃദയമാകുമ്പോ ഏതാണ്? കാർഡിയോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഏതാ? തലച്ചോറ് ഫ്രിനോളജി. ഫ്രിനോളജിയാണ് തലച്ചോറ്. കരളിനെ കുറിച്ചുള്ള പഠനം ഏതാ? കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. അപ്പൊ ഹെപ്പറ്റോളജി കരള്, തലച്ചോറ് ഫ്രിനോളജി, വൃക്ക നെഫ്രോളജി അല്ലെ. വൃക്ക ഹൃദയം കാർഡിയോളജി. ഓർത്തു വെച്ചിരിക്കണേ. ലോകത്ത് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ക്രിസ്ത്യൻ ബർണാഡ് അല്ലേ? ആണ്. ലോകത്ത് ആദ്യമായിട്ട് ദക്ഷിണാഫ്രിക്കയിലാണ്. ക്രിസ്ത്യൻ ബർണാഡ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ന്യൂഡൽഹിയില് നമ്മുടെ വേണുഗോപാൽ, ഡോക്ടർ വേണുഗോപാലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കോ പെരിയപുരമാണ്. ആരായിരുന്നു? മെഡിക്കൽ ട്രസ്റ്റ് നമ്മുടെ കൊച്ചിയിലെ ജോസ് ചാക്കോ പെരിയപുരം. അപ്പൊ ഈ ലോകത്ത് ആദ്യമായിട്ട്
ആരാ അത്? നമ്മുടെ ക്രിസ്ത്യൻ ബർണാഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരാ? വേണുഗോപാൽ. കേരളത്തിൽ ആരാ? ജോസ് ചാക്കോ പെരിയപുരം. ആദ്യത്തെ കൃത്രിമ ഹൃദയത്തിന്റെ പേരെന്താണ്? ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7 ആണ് അല്ലെ? ജാർവിക് 7 ആണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതെന്ന് ചോദിച്ചാൽ ജാർവിക് 7 ആണ്. ഓർത്തു വെച്ചിരിക്കണേ. ഓക്കെ, അപ്പൊ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. മസ്തിഷ്കം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നല്ല ആ സയൻസുകളെല്ലാം ഒന്ന് ഓർത്തോർത്ത് വെച്ചിരിക്കണേ. അപ്പൊ വൃക്കയിലെ കല്ലേതാണ്? കാൽസ്യം ഓക്സലേറ്റ്. അടുത്ത ഓക്കെ, നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്ന സർക്കാരിന്റെ പദ്ധതിയായ എന്റെ കൂട് എന്ന് വിളിക്കുന്നത്. സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ OBC വിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ പേര് എന്റെ വീട് എന്നതാണ്. അപ്പൊ എന്റെ കൂടും എന്റെ വീടും ഉണ്ട്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും താമസിക്കുന്നത് എന്റെ കൂട്. ഈ സംസ്ഥാന പിന്നോക്ക വികസനക്കാരെ OBC വിഭാഗത്തിലെ ഭവനരഹിതരായ കുടുംബാംഗങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതാണ് എന്റെ വീട് എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയുടെ പ്രസിഡന്റായ ഇന്ത്യൻ വനിതയാണ് വിജയലക്ഷ്മി പ്രസിഡന്റ്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമല്ലേ ജനറൽ അസംബ്ലി എന്ന് വിളിക്കുന്നത്? ജനറൽ അസംബ്ലി എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങളും വരും, 193 രാജ്യങ്ങളും വരും. ഇതിന്റെ അതിലെ ഓരോ വർഷം കൂടുമ്പോൾ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും പൊതുസഭയിൽ. ഈ പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ പെങ്ങളായ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായ രാജ്കുമാരി അമൃത് കൗർ. ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായ രാജ്കുമാരി അമൃത് കൗർ കേട്ടോ. അപ്പൊ WHO തലപ്പത്ത് വന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? രാജ്കുമാരി അമൃത് കൗർ. WHO-യും WTO-യുടെ ഒക്കെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടന, ലോക വ്യാപാര സംഘടന, ഇതിന്റെയൊക്കെ ആസ്ഥാനം എവിടെ? ജനീവ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് അല്ലെ? ഞാൻ കുറച്ച് സംഘടനകൾ ആസ്ഥാനങ്ങൾ ചോദിക്കട്ടെ, ഉത്തരം കിട്ടുമോ നോക്കെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് അല്ലെ? ന്യൂയോർക്ക്. ലോക ബാങ്കിന്റെയും IMF-ന്റെ ആസ്ഥാനം എവിടെ? ലോക ബാങ്കിന്റെയും IMF-ന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. വാഷിംഗ്ടൺ DC. ഈ ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടെ? ഒപ്പക്ക് എണ്ണ സംഘടനയല്ലേ? ഒപ്പക്ക് എണ്ണ സംഘടന, അത് വിയന്ന, ആസ്ട്രിയയുടെ തലസ്ഥാനമായ ആസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയാണ് ഒപ്പക്കിന്റെ ആസ്ഥാനം അല്ലെ? അസിയാന്റെ ആസ്ഥാനം എവിടെ? സൗത്ത് ഏഷ്യൻ സംഘടനയാണല്ലോ അസിയാന്റെ ആസ്ഥാനം ജക്കാർത്ത. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എവിടെ? യൂറോപ്യൻ യൂണിയൻ ബ്രസൽസ്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം. നാറ്റോയുടെ ആസ്ഥാനവും ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസ്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനവും ബെൽജിയത്തിലെ ബ്രസൽസ്. ADB-യുടെ ആസ്ഥാനം എവിടെയാണെന്നറിയാമോ? ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഏഷ്യൻ വികസന ബാങ്ക്, മനില. ഫിലിപ്പൈൻസിലെ മനിലയാണ് ADB-യുടെ ആസ്ഥാനം. സാർക്കിന്റെ ആസ്ഥാനം എവിടെ? സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു. നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് സാർക്കിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. റെഡ് ക്രോസ് സൊസൈറ്റി ജനീവയിലാണ്. റെഡ് ക്രോസ് സൊസൈറ്റി എവിടെയാണ്? ജനീവ. അപ്പൊ WHO, WTO ഇവയുടെയൊക്കെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. WHO-യുടെയും WTO-യുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ജനീവ. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെ? യുനെസ്കോ പാരീസ്. യുണിസെഫ് കുട്ടികളുടെ സംഘടനയല്ലേ യുണിസെഫ്, അതിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ന്യൂയോർക്കാണ്. യുനെസ്കോ പാരീസിലാണെങ്കിൽ യുണിസെഫ് എവിടെയാണ്? യുണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ പരിസ്ഥിതി സംഘടനയല്ലേ UNEP, ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി സംഘടനയുടെ പേരാണ് UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. അതിന്റെ ആസ്ഥാനം നെയ്റോബിയാണ്. കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയാണ്. അതുപോലെ ലോകത്തിലെ മറ്റൊരു പരിസ്ഥിതി സംഘടനയല്ലേ IUCN. ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്നറിയാമോ? അത് സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. IUCN, WWF ഇതൊക്കെ പരിസ്ഥിതി സംഘടനകളാണ്. ഇതിന്റെയൊക്കെ ആസ്ഥാനം ജനീവയ്ക്കടുത്തുള്ള ഗ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. മറന്നുപോരുത്. IUCN-ന്റെ ആസ്ഥാനമൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തെത്തിയ ആദ്യം ഇന്ത്യൻ വനിത ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായ രാജ്കുമാരി അമൃത് കൗർ ആണ്. ലോകസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധിയാണ് അല്ലെ? ലോകസഭയിൽ അവതരിപ്പിച്ച രണ്ടാമത്തെ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ അല്ലേ? സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് നമ്മുടെ നിർമ്മല സീതാരാമൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത ആരെന്ന് ചോദിച്ചാലും വ്യക്തി ആരെന്ന് ചോദിച്ചാലും ഇപ്പൊ നമ്മൾ അതാ പറയുന്നത്, നേരത്തെ മൊറാർജി
മൊറാർജി ദേശായി ആയിരുന്നു. ഇപ്പൊ കടത്തി വെട്ടിക്കൊണ്ട് ആരാണ്? നിർമ്മല സീതാരാമൻ. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്നറിയാമോ? ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് കാനിങ് പ്രഭുവിന്റെ കാലത്ത് ജെയിംസ് വിൽസൺ ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? കാനിങ് പ്രഭുവിന്റെ കാലത്ത് ജെയിംസ് വിൽസൺ ആണ്. മറന്നുപോരുത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ഷെഡ്ഡിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയായ RK ഷൺമുഖം ഷെഡ്ഡിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ഇനി കേന്ദ്ര മന്ത്രിസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ഒരു മലയാളി നമുക്കുണ്ടല്ലോ. ആരാണ് കേന്ദ്ര മന്ത്രിസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ഒരേ ഒരു മലയാളി? ജോൺ മത്തായി. നമ്മുടെ ജോൺ മത്തായിയാണ് കേന്ദ്ര മന്ത്രിസഭയിൽ 1950 RK ഷൺമുഖം ഷെഡ്ഡി രാജിവെച്ചായിരുന്നു. അതുകൊണ്ടാണ് 50 ജോൺ മത്തായി ഒരേ ഒരു മലയാളിയാണെന്ന് പറയുന്നത്. പിന്നെ ലോകസഭ വന്നതിന് ശേഷം ആദ്യമായി ബജറ്റ് അവതരിപ്പിക്കുന്നത് CD ദേശ്മുഖ് ആണ്. ലോകസഭയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? CD ദേശ്മുഖ് ആണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. അത് നല്ലൊരു പോയിന്റ്. ഇനി കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ 1957 കേരള സർവകലാശാല വരുന്നത്. നമ്മുടെ ജോൺ മത്തായിയാണ്. കേരള സർവകലാശാലയുടെ ചാൻസലറൊക്കെ എപ്പോഴും ഗവർണർ ആയിരിക്കണേ. അപ്പം ആദ്യത്തെ ഗവർണർ രാമകൃഷ്ണ റാവു ആയിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഗവർണർ, ആദ്യത്തെ ചാൻസലർ. ആദ്യത്തെ വൈസ് ചാൻസലർ ജോൺ മത്തായിയാണ്. അപ്പൊ കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ജോൺ മത്തായി. ഏത് വർഷമാണ് വന്നത്? 1957. അതായത് 1937 വന്ന തിരുവിതാംകൂർ സർവകലാശാലയാണ് 57 എന്തായിട്ട് വരുന്നത്? കേരള സർവകലാശാലയായിരുന്നു. അപ്പൊ 37 ചിത്തിര തിരുനാൾ സ്ഥാപിച്ച തിരുവിതാംകൂർ സർവകലാശാലയാണ് 57 കേരള സർവകലാശാലയായിട്ട് മാറുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. 37 ചിത്തിര തിരുനാളിന്റെ അന്നത്തെ വൈസ് ചാൻസലർ അന്നത്തെ ദിവാനായ സർ CP രാമസ്വാമിയാണ്. അത് ഓർത്തു വെക്കണേ. തിരുവിതാംകൂർ സർവകലാശാല. പക്ഷെ കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ജോൺ മത്തായി. മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ K ജയകുമാർ ആണ്. അല്ലെ? എവിടെയാണ് മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? തിരൂര്. അല്ലെ? തിരൂര്. എവിടെ? വേറെ തിരൂര് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ചത് എവിടെ? മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പില്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ ഓടിയത് അവിടെ അല്ലേ? ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861 അല്ലെ? കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയ വർഷം 1861 അല്ലേ? ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു. അല്ലെ? വാഗൺ ട്രാജഡി സ്മാരകം തിരൂരല്ലേ? ആണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരൂര്. മലയാളം സർവകലാശാല എവിടെയെന്ന് ചോദിച്ചാൽ തിരൂര്. തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ്. ആദ്യ ചാൻസലർ ആരാണ്? K ജയകുമാർ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റിന്റെ ആദ്യ വൈസ് ചാൻസലർ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. കുസാറ്റിന്റെ ആദ്യ വൈസ് ചാൻസലർ 1971 കുസാറ്റ് വരുന്നത്. കുസാറ്റ് സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേര് പഠിച്ചു വെച്ചേരണേ. കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാ? ജോസഫ് മുണ്ടശ്ശേരി. കുസാറ്റിന്റെ ആദ്യ വൈസ് ചാൻസലർ ആരാ? ജോസഫ് മുണ്ടശ്ശേരി. എന്നാണ് കുസാറ്റ് വരുന്നത്? 1971 കുസാറ്റ് വരുന്നത്. ഇന്ത്യൻ ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് MN റോയി ആണ്. അല്ലെ? ശരിയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ പിതാവ് MN റോയി ആണ്. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും MN റോയി. കേരള ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് EMS ആണ്. കേരളത്തിൽ ജനകീയ ആസൂത്രണം വരുമ്പോൾ മുഖ്യമന്ത്രി EK നായനാരാണ്. അത് തെറ്റിപ്പോരുത്. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? MN റോയി ആണ് ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ്. ഇനി ഈ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം മുന്നിട്ട പദ്ധതി അല്ലെ? സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി 9 അല്ലേ? കുടുംബശ്രീ കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി 9 ആണ്. കുടുംബശ്രീ 1998 മെയ് 17 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്നത് ആണ്. 1998 മെയ് 17 കുടുംബശ്രീ കൊണ്ടുവരുന്നു. അതും 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. കുടുംബശ്രീ ദിനമൊക്കെ പഠിക്കണം കേട്ടോ. മെയ് 17 കുടുംബശ്രീ ദിനം എന്നാണ്. മെയ് 17 AV വാജ്പേയി നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം ഈ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9 ആണ്. കുടുംബശ്രീ കൊണ്ടുവന്നത് 9 ആണ്. ഗ്രാമവികസനം, വികേന്ദ്രീകൃത ആസൂത്രണം എന്നിവയൊക്കെ കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓർത്തു വെച്ചിരിക്കണേ.
അത് പരീക്ഷയ്ക്ക് വയ്ക്കാം. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് വന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതി. എന്താ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചിട്ടില്ലേ? എല്ലാ വിഭാഗം ജനങ്ങളുടെയും സമഗ്ര വികസനം. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് സുസ്ഥിര വികസനം. ഏറ്റവും അവസാനത്തത് അതല്ലേ? 2012-17. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? 2012-17. 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എത്ര? എന്താ? സുസ്ഥിര വികസനം. അപ്പൊ 11ന്റെ എന്തായിരുന്നടെ? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എപ്പോഴും ചോദിക്കും സുസ്ഥിര വികസനം. 2012-17 ഓർത്തു വെച്ചിരിക്കണേ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? സാഹിത്യ അക്കാദമി 1956 വരുന്നത്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് നമ്മുടെ സർദാർ KM പണിക്കര. എവിടെ പഠിച്ചിട്ടുള്ള സർദാർ KM പണിക്കരെ? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചില്ലായിരുന്നോ? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് സർദാർ KM പണിക്കരാണ്. അതുപോലെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളി, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ മലയാളി, ചൈനയിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യയുടെ അംബാസിഡർ സർദാർ KM പണിക്കരല്ലേ? ചൈനയിലേക്ക് പോയ ആദ്യ ഇന്ത്യൻ അംബാസിഡർ. പറങ്കിപ്പടയാളികൾ, പോർച്ചുഗീസുകാരെ കുറിച്ച് പറങ്കിപ്പടയാളികൾ എന്ന കൃതി എഴുതിയത് സർദാർ KM പണിക്കർ. ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി സർദാർ KM പണിക്കർ. രണ്ടു ചൈനയിൽ എന്ന കൃതി സർദാർ KM പണിക്കർ. കേരള സിംഹം എന്ന കൃതി സർദാർ KM പണിക്കർ. അപ്പൊ സർദാർ KM പണിക്കർ പഴശ്ശിരാജയെ കുറിച്ച് കേരള സിംഹം എന്ന് എഴുതി, പോർച്ചുഗീസുകാരെ കുറിച്ച് പറങ്കിപ്പടയാളികൾ എഴുതി, ചൈനയെ കുറിച്ച് രണ്ട് ചൈനയിൽ എന്ന കൃതി എഴുതി, ഹിസ്റ്ററി ഓഫ് കേരള ഇതൊക്കെ ആരുടെയാണ്? നമ്മുടെ സർദാർ KM പണിക്കരുടെയാണ്. അപ്പൊ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാ? സർദാർ KM പണിക്കർ. വേറൊരു ഇമ്പോർട്ടന്റ് ചോദ്യം ഉണ്ടല്ലോ സർദാർ KM പണിക്കർക്ക്. ഏതായിരുന്നു? ഫസൽ അലി കമ്മീഷനിലൂടെ നമുക്ക് 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, അതിൽ അംഗമായ ഒരേ ഒരു മലയാളി നമ്മുടെ സർദാർ KM പണിക്കരല്ലേ? 1953 വന്ന ഫസൽ അലി കമ്മീഷനിൽ അംഗമായ ഒരേ ഒരു മലയാളി സർദാർ KM പണിക്കർ. 3 പേരല്ലേ ഫസൽ അലി കമ്മീഷൻ? ആരൊക്കെയാ? 1 ഫസൽ അലി, 2 HN ഖുസ്രു, 3 സർദാർ KM പണിക്കർ അല്ലേ? 53 വന്നത്. 56 സംസ്ഥാന പുനഃസംഘടനാ നിയമം വന്നു. അപ്പൊ കേരള സാഹിത്യ അക്കാദമി എന്നാണ് വന്നത്? 56. അതിന്റെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കർ. ആദ്യ സെക്രട്ടറി നമ്മുടെ പാലാ നാരായണൻ നായരാണ്. വള്ളത്തോൾ അവാർഡ് നേടിയ ആദ്യ വ്യക്തി പാലാ നാരായണൻ നായർ. അപ്പൊ എവിടെ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? തൃശ്ശൂര്. സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമി, ലളിതകലാ അക്കാദമി, സ്കൂൾ ഓഫ് ഡ്രാമ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂര് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ തൃശ്ശൂരിനെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരും ആദ്യ സെക്രട്ടറി ആരാണ്? പാലാ നാരായണൻ. ഇനി രാജ്യത്തെ ആദ്യത്തെ ജല മെട്രോ വന്നത് 2023 ഏപ്രിൽ 25 കൊച്ചിയിൽ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ ബോട്ടിന്റെ പേര് മുസരിസ് എന്നായിരുന്നു. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ ജല മെട്രോ ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2023 ഏപ്രിൽ 25 കൊച്ചിയിലെ നരേന്ദ്രമോദി. അതിന്റെ നിർമ്മിച്ച ആദ്യ ബോട്ട് ഏതാണ്? മുസരിസ് എന്നതായിരുന്നു ആദ്യത്തെ ബോട്ടിന്റെ പേര്. കുഴപ്പമില്ലായിരുന്നല്ലോ. കുറച്ച് റിവിഷനുമായിട്ട് ഒന്ന് ഒത്തിരി നേരം ആയാലും ചിലപ്പോൾ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുക, ഇയാള് ഇങ്ങനെ പറഞ്ഞു പോകട്ടെ. ഇനി അങ്ങോട്ട് പരീക്ഷ അടുക്കുന്നതോറും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വരാം. അടുത്തൊരു സെക്ഷനുമായിട്ട് വരാം. നല്ല രീതിയിൽ പോയിരുന്നു പഠിക്കുക. ഞാൻ ഇച്ചിരി നേരം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ അടുക്കളയിലെ ജോലി ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ വെളിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോഴുന്ന സമയം, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലൊക്കെ ഓരോരുത്തർ വെറുതെ ഇരിക്കുന്ന സമയം ഒക്കെ ഒന്ന് റെക്കോർഡ് വെറുതെ ഇടുക, കുറച്ച് റിവിഷൻ കേൾക്കുക. അത് മാത്രമേ ഉള്ളൂ. ബേസിക് കാര്യങ്ങളെല്ലാമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ബാക്കി നോക്കുക. പിന്നെ ടോപ്പിക് അനുസരിച്ച് നല്ലോണം അങ്ങ് കവർ ചെയ്യണേ. റിവിഷൻ നടത്തി പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകുക. തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. എല്ലാവിധ ആശംസകളും. മുന്നോട്ട് വാശിയോടുകൂടി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ ഏത് വിധേനയും നിങ്ങൾ പഠിക്കും എന്നൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അതിന് ഇച്ചിരി പാടായിരിക്കും. ചിലപ്പം കടന്നു പോകുന്ന വഴികളൊക്കെ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടേറും. അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഈ ജോലി കയറിയവരെല്ലാം എന്ന് ചിന്തിച്ചാൽ മതി. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ തന്നെയാണ് ഈ ജോലി കയറിയത്. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ അപ്പം നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളപ്പുറം വേറൊരാൾ അതിൽ കയറിപ്പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റും എന്ന ചിന്താഗതിയിൽ മുന്നോട്ട് പോകും കേട്ടോ. എല്ലാവിധ പ്രാർത്ഥനകളും സപ്പോർട്ടുകളും ഉണ്ടായിരിക്കും. അടുത്ത നല്ലൊരു റിവിഷനുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.